നമ്മൾ ഓൾറെഡി റാം ഒപ്റ്റൈൻ ചെയ്ത് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ. കാരണം അതിൻ്റെ ഇടയിൽ ഞാൻ അറിയാണ്ട് ഫയർ സെൻസർ ഓളായി. ഒരു എഡിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ എനിക്ക് എപ്പോഴും 100 സബ്സ്ക്രൈബറാണോ അപ്പോൾ അവൻ എഡിറ്റ് ചെയ്ത് തരാമെന്ന്. അപ്പം ഒരു എഡിറ്റർ ഉണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോയുടെ മറ്റേ വീഡിയോ നടക്കണ കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമുക്ക് പോകാം. അപ്പം ഞാൻ ഫയർ സെൻസർ ഊസാത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബെല്ലിയും ഫ്രാഗ്മെൻസും നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും പറ്റുമെന്ന്. ഞാനിപ്പോൾ ഞാൻ നേരത്തെയൊക്കെ പറയാറില്ലായിരുന്നോ ഈ ബെസ്റ്റ് ടെക്നിക്ക് ടു ട്രാവല്, അതാണ് ഞാനിപ്പോൾ ചെയ്യണത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് റിഷാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല അവൻ പറഞ്ഞല്ല, എൻ്റെ ഒരു ഫ്രണ്ട് എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ മടിയാ, അത് കാരണം എനിക്ക് ഒരിക്കലും സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങളെയൊക്കെ എന്തോ വിളിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവനെ 3 കട്ടോറും കൊടുത്തിട്ട് പറഞ്ഞ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരുമെങ്കിൽ അവരെൻ്റെ വ്യൂവറെങ്കിലും ആണെന്ന് പറഞ്ഞ് അവന് 20 ഇടിയും കൊടുത്തിട്ട് ഞാൻ അങ്ങ് പോയി. അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്യൊക്കെ അവനെ കാണിച്ചു കൊടുക്കാം നമ്മളാരാണ്. അപ്പോൾ നമ്മൾ ഷാർക്ക്മാൻ ഇത്ര മാസ്റ്ററി ആക്കിയിട്ടുണ്ട് ഓൾറെഡി. ഇനി ഞാൻ എൻ്റെ ബെസ്റ്റ് ടെക്നിക്ക് ഞാൻ നടക്കണേന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം നമ്മൾ തിരിച്ചിന് ഓടാം, ട്രാവൽ ചെയ്യേക്കാം. നിങ്ങൾക്കറിയാൻ വഴി ഹൈദരാ ഏരിയയിൽ പോയാലും ഹൈദരാ ടൗണിൽ പോയാലും എപ്പോഴും നമ്മളത് ഈ സ്പോണിലാണ് വരുമോ കണ്ട. ഹൈദരാ ഏരിയയിൽ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ വരുമോ. അപ്പോൾ വീഡിയോ കാണണം എല്ലാവരും. വീഡിയോ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാൽ ക്ഷമിക്കണം, കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല. അപ്പോൾ ഇനി ഈ മാസങ്ങളിൽ ഞാൻ അത്രയ്ക്ക് വീഡിയോസൊന്നും വരത്തില്ല, കാരണം എനിക്ക് നെറ്റ് ചാർജ് ചെയ്ത് തരത്തില്ലെന്ന് എൻ്റെ അച്ഛനമ്മയും പറഞ്ഞ്. അത് കാരണം എല്ലാവർക്കും ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു വലിയ സോറി, എക്സ്ട്രീംലി സോറി. ഞാനൊരു ആക്റ്റീവ് യൂട്യൂബർ ആകണമെന്ന് വിചാരിച്ചതാ, പക്ഷെ എനിക്ക് നെറ്റില്ല. എനിക്ക് 10 വയസ്സായിട്ടുള്ളൂ, പക്ഷേ ഞാൻ ഇതൊക്കെ നല്ലോണം ആക്കാം. അപ്പം നമുക്ക് ഫൈറ്റിംഗ് സ്റ്റൈൽ വാങ്ങിക്കാം. നമ്മൾ ലാസ്റ്റായിട്ടൊന്ന് ഷോ കേസ് കാണിച്ചു തരാം ഇതിൻ്റെ. ഓക്കെ, ഇതേതാണ് ഡ്രാഗൺ ഡാലിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ ഈ സെക്കൻഡ് മൂവിൻ്റെ ഡ്രാഗന് പകരം ഇതിനകത്ത് എന്താ ഷാർക്കാ. ഫസ്റ്റ് മൂവ് 12 വാട്ടർ പമ്പ്. നമ്മളിങ്ങനെ ലോഞ്ച് ആവും, ഒരു NPC അല്ലെങ്കിൽ മോബ് എന്നും പറയും. അവരെ അടുത്തോട്ട് ഇങ്ങനെ ചെയ്താൽ അവരെ നമ്മൾ പിടിച്ചോണ്ടും പോവും. ഞാൻ ഇതിനെ ഗ്രീൻ ഇടുന്നത് വെച്ചാൽ എനിക്ക് ഇതാ ഇഷ്ടം. ഇപ്പം എറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇത്. എന്നിട്ട് പ്രഷർ വോർട്ടസ് എന്ന് പറഞ്ഞാൽ ഈ ഷാർക്കിന് കിട്ടും. എന്നിട്ട് അത് ആരുടെങ്കിലും മെത്തമുണ്ട്, അവരിങ്ങനെ പൊങ്ങിയൊരു ബബിളിൽ നിന്ന് പൊട്ടും. പിന്നെ ഗ്രേറ്റ് സീ സ്പിയർ, അത് വലിച്ചെടുത്തിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും വരാജാണ്ട് തെറിപ്പിച്ചിടും. എൻ്റെ കാമ്പ് എന്താണെന്ന് വെച്ചാൽ പ്രഷർ വോർട്ടസ്റ്റ് സെക്കൻഡ് മൂവ് ഇടും. എന്നിട്ട് ഈ തേർഡ് മൂവിൽ കൂൾ ഡൗണോളാം. അത് ആ ബബിൾ പൊട്ടുമ്പോൾ തന്നെ എടുക്കും. എന്നിട്ട് 12 വാട്ടർ പമ്പ് ഉപയോഗിച്ച് അവൻ്റെ അടുത്തോട്ട് പോകും, കൊല്ലാനല്ല, ഡാമേജിന് എൻ്റെ അടുത്തോട്ട് പോകാനെങ്കിൽ അവർക്ക് റൺ ചെയ്യാം. അതൊക്കെയാണ് ഇപ്പം നമ്മൾ വാങ്ങിക്കും. ഇൻ 3, 2, 1 എല്ലാവരും കണ്ടല്ല. നല്ല ഫീൽ ഇട്ടുണ്ടാവും ഹിമ്മായിട്ട്. ഇതിനകത്ത് കണ്ട ചെറിയൊരു ഇതുണ്ട്, റേഞ്ച് ഉണ്ട്. പക്ഷെ ഇതാണെങ്കിൽ ഷാർക്ക്മാൻ ആണെങ്കിൽ ഇതുപോലെ ഇരിക്കണം, എന്താ പറയണ, എന്തായാലും പറയണ സെങ്കുനാർട്ട് പോലെയാ. അപ്പം നമ്മളിപ്പോൾ ബോസസിനെ കൊല്ലുള്ള കാരണം അവർ സ്പോണായിട്ടില്ല. അത് കാരണം ഞാൻ പോയി ചോക്ലേറ്റ് ലൈനിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്യട്ടെ. അതിനു മുമ്പ് ഞാൻ പോയി ഐസ്ക്രീം ലാൻഡ് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒരു ക്വിസ്റ്റ് എടുക്കട്ടെ, കാരണം എനിക്ക് ഒരു ലെവലും കൂടെ എനിക്ക് ക്വിസ്റ്റ് എടുത്തിട്ട് ചോക്ലേറ്റ് ലാൻഡിൽ ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ ചിലർ പറയും എന്നാൽ പിന്നെ ഒന്ന് വേഗം സ്കോൾ ഗിറ്റാർ എടുത്ത് വേഗം ഒന്ന് ഈ
PvP ബിൽഡൊക്കെ തീർക്കാൻ. ചിലരറിയാം CDK സ്കോൾ ഗിറ്റാറും പിന്നെ അല്ലെങ്കിൽ ഷാർക്ക് ആങ്കറും സ്കോൾ ഗിറ്റാറും ഇതൊക്കെ ചൂസ് ചെയ്യും. പക്ഷേ ആമയും പൊളി തന്നെയാണ്. ചിലരറിയാം PvP. പക്ഷെ സ്കോൾ ഗിറ്റാർ എടുക്കാൻ വേണ്ടി എൻ്റെ ഡാർക്ക് ഫ്രാഗ്മെൻ്റ് ഇല്ല ഗൈസ്. പിന്നെ ഞാൻ ഷാർക്ക് റോഡിന് വേണ്ടി എൻ്റെ വാമ്പയർ ഫാങ്ങും തീർത്ത്. ബോൺസും ഇല്ല, ബോൺസ് AFK നിൽക്കാം. പക്ഷെ വാമ്പയർ ഫാങ് AFK നിൽക്കാൻ പറ്റത്തില്ല. അത് കാരണം അതൊന്ന് ഞാൻ തന്നെ ഗ്രൈൻഡ് ചെയ്യണം. എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമ്മളൊരു ചെറിയ ഇതൊക്കെ അല്ലേ ചെറിയ ഗ്രൈൻഡ്. അപ്പം നമ്മൾ ഹൈദരാബാദ് ടിക്കറ്റ് പോസ്റ്റ് ചോക്ലേറ്റ് ലാൻഡ് അത്ര 2000 പീനട്ട് ലാൻഡിനും 2000 പോർട്ടിൽ അതൊന്നും വേണ്ട. കേക്ക് ലാൻഡിനും ഐസ്ക്രീം ലാൻഡിനും കേക്ക് ലാൻഡിൽ ഒരു ക്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോകാം. ഇവിടെ നമ്മുടെ അവിടെ ഇപ്പോൾ ഒരു ബോസിനെ കൊല്ലുകയാണെങ്കിൽ മാസ്റ്ററി പറന്നു വരും. ഒരു ചെറിയൊരു ഇതുള്ള കാരണം എല്ലാവർക്കും ഈ ഫൈറ്റിംഗ് സ്റ്റൈൽ കിട്ടുക. എനിക്കും ഇത് ഡ്രാഗൺ ടാലൻ്റ് ഫേവറേറ്റാണ്. കാരണം ഊസാത്തിനെക്കാട്ടും കൂടുതൽ ഫേവറേറ്റ് എനിക്ക് ഡ്രാഗൺ ടാലൻ്റാണ്. കാരണം ഊസാത്തല്ലല്ലോ ഉണ്ടാക്കിയത്, ഇന്ദിരയല്ലേ എല്ലാവർക്കും. ഇന്ദിരയെന്ന് മൈഗെയിം 43 അല്ലേ എല്ലാവർക്കും ചെയ്യണം. ഇന്ദിര ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇന്ദിര വേറെ ഒരു ഓണറല്ലേ. അത് ക്രിയേറ്റ് ചെയ്ത ഡെവലപ്പർ നോക്കിയാൽ മൈഗെയിം 43 കാണാൻ പറ്റുമോ? റെഡ് ഹെഡ് എന്നും പറയാൻ നോക്കാം. അത് കാരണം ഏറ്റവും കൂടുതൽ വർക്കെടുത്ത് അവനാ. 90 മാസ്റ്ററേ ആയി ഓൾറെഡി. നിങ്ങൾ പറയും അങ്ങ് ഫുള്ളി മാസ്റ്റർ ആക്കി പോവാം അങ്ങോട്ട്. പക്ഷെ അത് പാടാം. നമ്മൾ ബോസസിനെയൊക്കെ കൊല്ലണം. അല്ലാണ്ട് അങ്ങ് പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ. ഇത് 400 ആക്കിയാൽ ഞാൻ മാറ്റത്തില്ല. എനിക്ക് ഡ്രാഗൺ ടാലൻ്റ് കഷ്ടപ്പെട്ട് ഒപ്പിച്ചത് എനിക്ക് വേസ്റ്റ് ആക്കണ്ട. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ മൊത്തം NPCനെ ഗ്രൂപ്പ് അപ്പ് ചെയ്ത് കൊല്ലും. എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിന് ഇത്ര നേരം വെയിറ്റ് ചെയ്യണം. നിങ്ങൾ വിചാരിക്കും അങ്ങനെ പറഞ്ഞാൽ കൊള്ളുന്ന പൊരിയും കൊണ്ടാലും എന്താ. പക്ഷെ മാസ്റ്ററി വേണമെങ്കിൽ എന്തായാലും ഇവന്മാരെല്ലാത്തിനും കൊല്ലണം. കുറച്ച് EXP കിട്ടും, കുറച്ചെങ്കിലും ഒരു കുഞ്ഞിപ്പിക്കിനെങ്കിലും കിട്ടുമല്ലോ. അത് കാരണം പിന്നെ പൈസ കണ്ട എനിക്കിപ്പോൾ ചോക്ലേറ്റ് ലാൻഡിലോട്ടും പോവാം. കാരണം നല്ലോണം മാസ്റ്ററാണ്. ടാലൻ്റ് ലൈറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഞ്ചായി പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതേതാണ്ട് ഷാർക്ക് മെക്കാറാട്ടി തന്നെയാണെന്ന് തോന്നുന്നു. 2 ബെസ്റ്റ് ഫൈറ്റിംഗ് സ്റ്റൈലിൻ്റെ അപ്ഗ്രേഡ്. ഇതിന് റേഞ്ചൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഡ്രാഗൺ ടാലൻ്റ് ഇഷ്ടമല്ലാത്തയും നീങ്ങിപ്പോണേ, പക്ഷേ സ്റ്റണ്ടും ചെയ്യും. പിന്നെ ഡ്രാഗൺ ബ്രത്ത് തന്നെ, പക്ഷേ മൂസിലും പിന്നെ ഹാൻഡിലുള്ള ഫയർ മാത്രം വ്യത്യാസം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് എഫിഷ്യൻ്റ്. കാരണം ഇപ്പോൾ ട്രാൻസ്ഫോമും ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മൾ ലോ ലെവലായി പോയില്ലേ. 8 എണ്ണത്തിനെ കൊല്ലണം. ഇവിടെ 7 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. അല്ല 5 എണ്ണം ഉള്ളതായി. ഇവന്മാരുടെ റീസ്പോൺ ടൈമിൽ നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരെയും കൊല്ലാം. എൻ്റെ ഫ്രണ്ട്സ് വിശ്വസിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ ഞാൻ ഇതെടുത്തത്. ഇനി ഏതാണ്ടൊരു 3 മാസത്തിനും കൂടെ കിട്ടിയ ഫസ്റ്റ് മൂവ് എനിക്ക് ഷോ കേസ് ചെയ്യാം. ഷോ ഓഫ് അല്ല, ഷോ കേസ്. നിങ്ങൾ പറ ടോക്സിക് പ്ലെയേഴ്സ് വേണോ വേണ്ടോന്ന് ഫ്രൂട്ട്സിൽ. ഞാൻ എന്തായാലും നോന്ന് പറയുമോ? നിങ്ങളെന്ത് പറയുമെന്ന് കമൻറ്റ് ചെയ്തിട്ട്. ഞാൻ റീഡ് ചെയ്യും കമൻറ്റ് ചെയ്യും, പക്ഷേ മൊത്തം റീഡ് ചെയ്യാറില്ല. എന്നുവെച്ചാൽ കുറേ സ്ക്രോൾ ചെയ്യണം. കൊക്കൊക്കെ കിട്ടി. മാക്സിമം വേഗം കമൻറ്റ് ഇടാൻ നോക്ക്. വീഡിയോ എൻ്റെ ആണ് സെക്കൻഡ് തന്നെ കമൻറ്റ് കേട്ടോ, അതായിരിക്കും പൊളി. ഇപ്പം എനിക്ക് 17 കൊഞ്ചർക്കൊക്കെ. എനിക്കൊരു ഗോഡ് സ്റ്റാലസും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ പൊളിയായിരുന്നേനെ. ഇവന്മാരെയും കൂടെ കൊന്നിട്ട് ഞാൻ ഷോ കേസ് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് മോർ ടാലൻ്റ് ലൈറ്റർ ലോഞ്ച് തന്നെ. അയ്യേ
ഇത് മറ്റേ ഇത് തന്നെയല്ല, ഷാർപ്പ് കറാട്ടെ ഒന്ന് കൊടുന്നേക്കാം. അയ്യോ ചത്ത് ഇല്ല, ചത്തില്ല. ഇതാണ്ടാ പറയണ ഡ്രാഗൺ ടാലന്റ് ഓൺ ടോപ്പ് എന്ന്. ഇതാണ് എല്ലാരും പറയണ ഡ്രാഗൺ ടാലന്റ് ഓൺ ടോപ്പ്. ഉണ്ടോ ഡ്രാഗൺ ടാലന്റിന്റെ ലക്ക് ഉണ്ടോ? അതാണ് എല്ലാരും പോയി ഡ്രാഗൺ ടാലന്റ് വാങ്ങിക്കണം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ഇടാം. അല്ല, ഞാൻ വാങ്ങിക്കണം എന്ന് പറയണില്ല. നിങ്ങൾക്ക് ഫയർ എസൻസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നെ വെറുതെ ഒരു ജോക്ക്. ഓക്കെ, ഡ്രാഗൺ ടാലന്റ് ടോപ്പ് ജോക്കല്ല. ഞാൻ കഷ്ടത്തൊന്നും വളർന്നു. അതും എല്ലാത്തിനും ഗ്രൂപ്പും ചെയ്യാം. അവൻ ഇതുവരെ സ്പോണായില്ലേ? അതെ, ഇപ്പോൾ അവൻ സ്പോണാകാൻ നേരം കിട്ടിയോ. ഈ വീഡിയോ തന്നെ ഫുള്ളി മാസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റണ പണിയല്ല കേട്ടോ. നോക്കാം ഞാൻ മാക്സിമം. അതുവരേക്കും ബൈ. വീഡിയോ വരുന്നതല്ല ഞാൻ പറഞ്ഞ പോസ്. അപ്പോൾ കഴിച്ച് എനിക്ക് തോന്നുന്നത് മറ്റേ കേക്കും സ്പോണായിന്ന്. ഞാൻ കുറേ നേരം സെർവറിലിക്കണം. അത് കേക്കും സ്പോണായി. നമുക്ക് ക്വിറ്റ് എടുത്തിട്ട് കൊല്ലാം, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആക്കണ്ട. അല്ലാത്ത പൈസയും വല്ല. ഇപ്പം എല്ലാ സ്പോണായി കാണും, എല്ലാ ബോസസും. അത് കാരണം നോക്കാം, എല്ലാത്തിനും കൊല്ലാം. എല്ലാത്തിനും കൊല്ലണേ കാണിക്കുന്നു. പക്ഷെ ഞാൻ കാണിക്കണം എല്ലാം ആ ബോസിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് കാണിക്കണം. അത് കാരണം നമുക്കൊന്ന് വേഗം ഒരു ടൈം ലാപ്സ് വെക്കാം. ടൈം ലാപ്സ് അല്ല. അപ്പോൾ കഴിച്ച് നമ്മൾ കേക്കുവിനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാപ്റ്റൻ എലിഫൻറ്റിനെ കൊല്ലാൻ പോണാണ്. സത്യം പറഞ്ഞ മറ്റേ അഗ്ലി പൈരറ്റിനായിരുന്നു കൊല്ലണ്ടായിരുന്ന. പക്ഷേ ഞാനിപ്പോൾ ഇതാണ്. അപ്പോൾ ഗൈസ് വീണ്ടും ഒരു പോസ്റ്റിലാണ്. അപ്പോൾ ക്യാപ്റ്റൻ എലിഫൻറ്റിനെ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മൾ പോണ സ്റ്റോണിലോട്ടാണ്. അപ്പോൾ നമ്മൾ എംബോസാണ്. എനിക്ക് വേറെ ഒന്നും അറിയാൻ പാടാ. നിങ്ങളെ ഫാമർ എന്ന് പറയും ഫ്ലെയിം ചെയ്യേണ്ട കമൻറ്റിൽ. എന്താന്ന് വെച്ചാൽ വേറെ എന്താ മുദ്ദ വെച്ച് എന്താ മൂവ് ചെയ്യണം, അതൊക്കെ ചെയ്യാം. പക്ഷെ എന്താ പിന്നെ ഫൈറ്റിംഗ് സ്റ്റൈലും സോഡൊക്കെ എടുക്കാൻ പറ്റണം. ഗണ്ണ് അതിനെടുക്കാൻ തന്നെ അതെമ്പാൻ ചെയ്യാൻ. അയ്യോ, അങ്ങനെ നമ്മൾ അവനെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു മാസ്റ്ററിയും കൂടെ മതിയായിരുന്നു. അപ്പോൾ കേസ് നമ്മളെന്തായാലും ഹൈദരേൻ്റെ ബോസിനെ കൂടെ കൊന്നിട്ട് നമ്മൾ അടുത്ത ഷോ കേസ് ചെയ്യും. പിന്നെ ഞാൻ പറയുവാണെങ്കിൽ ഷോ ഓഫ് അല്ല, ഷോ കേസ്. അത് കാരണം അതൊരു ഇത്. ഓക്കെ, അപ്പോൾ കൈസിന് നമ്മൾ ഹൈദര ലീഡറിലോട്ടാണ് പോകണം. അപ്പം വീണ്ടും ഒരു ഓക്കെ ഗൈസ്, നമ്മൾ സെക്കൻഡ് അബിലിറ്റി അൺലോക്ക് ആയി. ഏതാ എംബറൈലേഷൻ. ഫസ്റ്റ് ഒരു NPC കാണാം, നോക്കണം. ഏറ്റവും അടുത്തുള്ള NPCയുടെ അടുത്താണ് ഞാൻ പോകുന്നത്. ഈ ഹൈദര അല്ലണ്ട. ഓക്കെ, എംബറൈലേഷൻ നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഡ്രാഗൺ ടാലന്റ് ടോപ്പ് എന്ന് വെറുതെ അല്ല പറയണ ആൾക്കാർ. അപ്പൊ നമുക്കിതൊന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം. എന്താ സ്ക്രീൻ മൊത്തം ഇങ്ങനെ ഒന്ന് വിചാരിച്ചോക്കി. നിങ്ങളുടെ അടുത്ത് സംഭവിച്ചു നിങ്ങൾ കണ്ണോട് കണ്ണ്. അപ്പൊ പിന്നെ അടുത്ത സ്ഥലം തൊട്ട് പോണവരെ നമ്മുടെ അടുത്ത ബോസ് എന്ന് പറഞ്ഞാൽ കിലോ ആഡ്മിൽ. നമുക്ക് നമ്മുടെ സെക്കൻഡ് മൂവ് സെറ്റ് ഉപയോഗിച്ച് നോക്കാം നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഇതുവരെ പോസ്റ്റ് പിന്നെ ഡ്രാഗനെ കാണിക്കാൻ ഞാൻ മറന്നുപോയി. ഡ്രാഗൻ എന്താ വരാത്ത? ഓ, ഡ്രാഗൻ ഇങ്ങനെ തന്നെ. ആരാണ്ട് ഇൻവൈറ്റ് ഉണ്ട്. ആരെയും നോക്കണ്ട. ഇതെന്താണ് എൻ്റെ നേരെ മാത്രം വന്ന? നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ നിന്നല്ല,
ഫസ്റ്റ് നമുക്ക് ഇതിടാം. ഓ ഇതാണ് മറ്റേ ഡ്രാഗൺ സാധനം. ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ബ്യൂട്ടിഫുൾ പൈററ്റിനെയും കൂടെ കൊന്നിട്ട് എല്ലാം നേർക്കും. സോറി അഗ്ലി പൈററ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രേൻഡി പിന്നെ മാസ്റ്റർ കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ 2 കിലോന് 1 മാസ്റ്ററി. എൻ്റെ അമ്മ ഈ 3 ഞാൻ അൺലോക്ക് ആക്കണം. നമ്മൾ നമ്മൾ വേഗം പോണാണ്. ഞാൻ വീഡിയോ ആക്കിയത് ഞാൻ മറന്നു. സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ അതിങ്ങനെ. ഓക്കെ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ് പോകേണ്ടത്? ഈ ആമയം വെച്ച് എന്നും പറഞ്ഞുകൊണ്ട് പോകണം. ഒരു ടാലന്റ് ലൈറ്റർ ഇട്ടിട്ട് ഇങ്ങനെ പോകണം. പുത്തൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇപ്പം ചെയ്യണ്ട. അപ്പം നമ്മൾ ഇങ്ങനെ ഓടി 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 ഈ സ്ഥലം തന്നെ അങ്ങ് പോകണം. എങ്ങോട്ട് പോകണം? ക്വിസ്റ്റിലോട്ട്. ഈ ഭാഗത്തൂടെ. ഓക്കെ നമ്മൾ ഇപ്പം ബ്യൂട്ടിഫുൾ പൈററ്റ് അഗ്ലി പൈററ്റ്. ഞാനതിനെ എപ്പോഴും മറന്നു പോണ ഇവളുടെ പേര് അഗ്ലി. അയ്യോ ജോലിക്കിട്ടുള്ള ട്രീ കണ്ടിട്ടാണ് സൈഡ് ഡാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാഷ് എന്നിട്ട് ഇതിനുള്ളിൽ കയറിയ ഇവളുടെ ഡൊമൈനിലോട്ടുള്ളത്. പക്ഷേ ഇവൾക്ക് 2 ലൈഫ് ഉണ്ട്. കാരണം എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നമുക്കില്ല, നമുക്ക് ഗോസ്റ്റിലും മെയിനിലും മാത്രമേ 2ാമത്തെ ലൈഫ്. പക്ഷേ ഇവൾക്ക് അതൊന്നും ആവശ്യമില്ല. ക്യാവൻഡർ മാത്രം. അവൾക്ക് ബർൺ ഡാമേജ് മാത്രം അപ്ലൈ ആയി. എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ഈ മൂവി ഇവിടെ ഇങ്ങനെ പറഞ്ഞു കളിക്കാറാണ്. ഡ്രാഗൺ ബ്രത്ത് ആയിരുന്നെങ്കിൽ കണ്ടിയായിരുന്നു. ഞാൻ പണ്ട് ഈ രംഗോക്കും വെച്ചോണ്ട് കളിച്ചോണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ കുക്കായി പോയി കൊണ്ടായിരുന്നു. അയ്യോ 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 ചമ്മിപ്പോയെ 2ാമത്തെ ലൈഫില്ല. ഇതെന്താ ഫുള്ള് ചിപ്പി ആകണ? എന്നാ ഞാൻ കൊന്നു കളഞ്ഞ ഇവിടെ. സെക്കൻഡ് ഫോമായ എന്താണോ റണ്ണറാ? ഇതാണ് ആകെയുള്ളൊരു റണ്ണർ ഇൻ സോൾ ഗെയിം. നമുക്ക് ഇവിടെ ഇൻസ്റ്റിക്റ്റും വെച്ച് സെർച്ച് ചെയ്തോണ്ടിരിക്കാം. അയ്യോ 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 പറ്റാത്ത കുക്കട് വിയർ കുക്കട്. എന്തേ അയ്യോ അയ്യോ ഓടിക്കോ. അയ്യോ നമ്മൾ ചത്തടാ. ഇപ്പം എന്തായാലും നമ്മൾ ഹൈദരയിലായിരിക്കും സ്പോണാൻ പോണം. കണ്ട ഈ തേങ്ങ ഇപ്പോൾ ഹൈദരയിലല്ലേ? ഹൈദരയിലല്ല. എന്നിട്ട് നമുക്ക് എങ്ങനെ പോകാം? മിഷൻ സക്സസ്ഫുള്ളി ഫെയിൽഡ്. അപ്പം നമ്മൾ ഇനി എങ്ങനെ മാസ്റ്റർ ഗ്രൈൻഡ് ചെയ്യും? നമ്മുടെ 5000 ഐക്യൂ വെച്ച് എങ്ങനെയെങ്കിലും നോക്കും. സെർച്ച് ചെയ്ത് നോക്കാം.
എങ്ങനെയെങ്കിലും ഞാൻ ബ്രെയിനില് ബ്രെയിനെ ഒരു ആൻസർ ബ്രെയിനെ മണ്ടം ബ്രെയിനെ കുറങ്ങൻ ബ്രെയിനെ ടിക്കൗട്ട് പോസ്റ്റിൽ പോകാം എന്നിട്ട് അവിടെ മാസ്റ്റേക്ക് സെൻഡ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ ഞാനൊരു ഓട്ടോ ക്ലിക്കർ ഇട്ട് FK ഫാർമിങ് ചെയ്യുമായിരുന്നു. എനിക്കിപ്പോൾ മതിയായി. നമുക്ക് ലാസ്റ്റായിട്ടൊന്ന് കേക്കൂനൊക്കെ വന്നിട്ട് ഈ വീഡിയോ ഒന്ന് എൻഡ് ചെയ്യാം. കേക്കൂന് എന്തായാലും ഇവിടെ ഉണ്ട്, എനിക്ക് ഉറപ്പാണ്. ഇല്ലേ what the heck man. ഡീഫോൺ ആവോ ബോസത്ത്? കമന്റിൽ എന്നെ ഒന്ന് അറിയിക്കണം. നിങ്ങളൊന്ന് പറഞ്ഞാ ബോസ് ഡീഫോൺ ആവുമെന്ന്. ഞാൻ എന്താ കുറേ നേരം എൻ്റെ ഫോൺ പൊട്ടി തെറിക്കാൻ പോകണം. ഞാൻ നേരം എന്നാൽ പിന്നെ ചോക്ലേറ്റ് ഐലൻഡിൽ പോയി എന്നിട്ട് ഈ വീഡിയോ അങ്ങ് എൻഡ് ചെയ്തേക്കാം. അപ്പോൾ അറിയാണ്ട് ഇത് വേണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അത് കാരണം എല്ലാവർക്കും ബൈ ബൈ. ഫസ്റ്റ് അതിനൊന്ന് നമ്മളൊന്ന് അവിടെ തട്ടെ. ഞാൻ ഒറ്റ സെക്കൻഡാണ്, കാരണം ഡ്രാഗൺ ടാലൻ്റ് അങ്ങനെയാണ് ഗൈസ്. ഓരോനായിട്ട് ഹിറ്റ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര പണിയാണ്. എന്തിനേറെ നമ്മൾ ഇതുവരെ ഓട്ടോ ക്ലിക്കിങ്ങാണ്. ഓക്കെ ഫൈനലി അപ്പം നമ്മൾ ഇച്ചിരി ലെവലൊക്കെ അപ്പായിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കാണാം. അപ്പോൾ ഗൈസ് ബൈ ബൈ. എങ്ങാലും നിങ്ങളെന്നെ ഗെയിമിൽ കാണുകയാണെങ്കിൽ പബ്ലിക്കിൽ നിങ്ങളെ ലെജൻഡറി ആയിരിക്കും ഒരു വർഷത്തിനുള്ളിൽ കേട്ടോ. അതുവരെയൊക്കെ ബൈ ബൈ. അതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ ഷോക്ക് ചെയ്ത് കാണിച്ചു തരാം. വീണ്ടും പറയുകയാണ് ഷോക്കല്ല ഷോക്ക്. ഫസ്റ്റത്തെ നല്ല ഡാമേജ് കൊടുക്കും കേട്ടോ. ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ രണ്ട് സാധനം നല്ല ഡാമേജ് കൊടുക്കും കേട്ടോ. ഞാൻ ഇതൊരു പബ്ലിക് സെർവർ കളിക്കാൻ നിർത്തി. അൺടിൽ ഐ ആം മാക്സ് ആൻഡ് ഗോഡ് ഹ്യൂമനൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട്. അല്ലാണ്ട് പിന്നെ എന്ത് തന്നെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ.